ഇന്ന് നമ്മൾ ഒരു കഥ പറയാൻ പോവുകയാണ്. വെറും ഒരു കഥയല്ല. ഹോക്കിൻസ് എന്ന കൊച്ചു പട്ടണത്തെ നടുക്കിയ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്തിയ ഒരു നിഗൂഢതയുടെ കഥ. ഒരു രാത്രിയിൽ അപ്രത്യക്ഷനാകുന്ന വിൽ എന്ന പയ്യൻ, അവനെ തേടിയിറങ്ങുന്ന അവൻ്റെ കൂട്ടുകാർ, ഇതിനിടയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വിചിത്ര പെൺകുട്ടി. നിങ്ങൾ റെഡിയാണോ? നമുക്ക് തുടങ്ങാം. കഥ തുടങ്ങുന്നത് നവംബർ 6, 1983. സമയം രാത്രി. ഹോക്കിൻസ് നാഷണൽ ലബോറട്ടറിയിൽ എന്തോ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഒരു സയൻറ്റിസ്റ്റ് വല്ലാതെ പേടിച്ച് ആ ലാബിൽ ഇടനാഴികളിലൂടെ ഓടുകയാണ്. അയാളുടെ പുറകിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് എന്താണെന്ന് കാണിക്കുന്നില്ല. അയാളാകെ വിയർത്ത് കുളിച്ച് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ലിഫ്റ്റ് വരാൻ സെക്കൻഡുകൾ വൈകുന്നു. ലിഫ്റ്റ് തുറന്ന അയാൾ അകത്ത് കയറി രക്ഷപ്പെട്ടു എന്ന് കരുതിയ നിമിഷം ആ ലിഫ്റ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു മുരൾച്ച. അയാൾ മുകളിലേക്ക് നോക്കുന്നു. ഭയം കൊണ്ട് അയാളുടെ കണ്ണ് തള്ളുന്നു. ആ നിമിഷം ലിഫ്റ്റിൻ്റെ വാതിൽ അടയുന്നു. ആ സയൻറ്റിസ്റ്റിനെ ആ ജീവി വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. അതേസമയം ഹോക്കിൻസിലെ ഒരു സാധാരണ വീടിൻ്റെ ബേസ്മെൻറ്റിൽ 4 കൂട്ടുകാർ, മൈക്ക്, ലൂക്കാസ്, ഡസ്റ്റിൻ, വിൽ. അവർ ഒരു ഗെയിം കളിക്കുകയാണ്. 10 മണിക്കൂറോളമായി അവർ ആ ഗെയിമിലാണ്. ഗെയിമിൽ വിൽ നേരിടുന്നത് ഡെമോഗോർഗൻ എന്ന രാക്ഷസനെയാണ്. ഡൈസ് എറിഞ്ഞ ആ രാക്ഷസനെ കൊല്ലണോ അതോ രക്ഷപ്പെടണോ എന്നതായിരുന്നു വില്ലിൻ്റെ മുന്നിലുള്ള വഴി. വിൽ പൊരുതാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഡൈസ് എറിഞ്ഞപ്പോൾ അത് മേശയിൽ നിന്നും താഴേക്ക് വീണു പോകുന്നു. അപ്പോഴാണ് മൈക്കിൻ്റെ അമ്മ വരുന്നത്. രാത്രി 10:30 കളി നിർത്തി എല്ലാവരും വീട്ടിൽ പോകാൻ അവർ പറഞ്ഞു. ഡസ്റ്റിനും ലൂക്കാസും വില്ലിനും പോകാൻ മനസ്സിലായിരുന്നു. പക്ഷേ അവർ പിരിഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ ഡസ്റ്റിൻ വില്ലിനോട് ഒരു സ്ട്രേസ് വെക്കുന്നു. ആദ്യം വീട്ടിലെത്തുന്നവർക്ക് ഒരു കോമിക് ബുക്ക്. വിൽ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് കുതിക്കുന്നു. വിൽ ഒറ്റയ്ക്ക് ആ ഇരുണ്ട കാട്ടുപാതയിലൂടെ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോവുകയാണ്. മിർക്ക് വുഡ് എന്നറിയപ്പെടുന്ന ആ വനപ്രദേശം പെട്ടെന്ന് വഴിയരികിലുള്ള തെരുവ് വിളക്കുകൾ മിന്നിത്തുടങ്ങുന്നു. വില്ലിൻ്റെ മുന്നിൽ ആ ഭീകരരൂപം പ്രത്യക്ഷപ്പെടുന്നു. പേടിച്ചു വിറച്ച വിൽ സൈക്കിളിൽ നിന്നും നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴുന്നു. അവൻ സൈക്കിൾ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിലെത്തിയപ്പോൾ അമ്മ ജോയ്സും ഏട്ടൻ ജൊനാഥനും അവിടെയില്ല. അവൻ വാതിലുകൾ ഒക്കെ അടച്ചുപൂട്ടുന്നു. വളർത്തുനായ കിച്ചൺ വാതിലിന് നേരെ നോക്കി നിർത്താതെ കുരക്കുകയാണ്. വിൽ ഫോൺ എടുക്കുന്നു. പക്ഷേ അതിൽ വല്ലാത്തൊരു ഇലക്ട്രിക് സൗണ്ട് മാത്രം. അവൻ വേഗം പുറത്തെ ഷെഡിലേക്ക് ഓടി. അവിടെയുള്ള തൻ്റെ തോക്കെടുത്ത് അവൻ ആ വാതിലിലേക്ക് ചൂണ്ടി നിൽക്കുന്നു. പേടിച്ചവൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് ഷെഡിലെ ആ വലിയ ലൈറ്റ് വല്ലാതെ പ്രകാശിക്കുന്നു. അടുത്ത നിമിഷം എല്ലാം ശാന്തം. വിൽ അവിടെയില്ല. അവൻ വായുവിൽ അലിഞ്ഞു പോയ പോലെ അപ്രത്യക്ഷനായി. അടുത്ത ദിവസം രാവിലെ ജോയ്സ് എഴുന്നേൽക്കുമ്പോൾ വില്ലിനെ കാണാനില്ല. ജൊനാഥൻ കരുതുന്നത് വിൽ നേരത്തെ സ്കൂളിൽ പോയി കാണും എന്നാണ്. പക്ഷേ സ്കൂളിൽ അന്വേഷിക്കുമ്പോൾ അവൻ അവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. പരിഭ്രമിച്ച ജോയ്സ് പോലീസ് ചീഫ് ജിം ഹോപ്പറുടെ അടുത്തെത്തുന്നു. ഹോപ്പർ ആദ്യം ഇതിനെ ഒരു തമാശയായിട്ടാണ് കണ്ടത്. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കാണും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോയതാകും എന്ന് ഹോപ്പർ പറയുന്നു. പക്ഷേ വില്ലിൻ്റെ സൈക്കിൾ ആ കാട്ടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഹോപ്പർ കണ്ടെത്തുന്നതോടെ സംഗതി അത്ര പന്തിയല്ലെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. നാട് മുഴുവൻ പോലീസ് വില്ലിനായി തിരച്ചിൽ തുടങ്ങുന്നു. ഇതിനിടയിൽ ഹോക്കിൻസിലെ ഒരു ചെറിയ ഹോട്ടലിൽ തലമുട്ടയടിച്ച ഒരു പെൺകുട്ടി ഓടിക്കയറി വരുന്നുണ്ട്. അവൾ ആകെ ഭയന്നിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഗൗൺ മാത്രമാണ് അവളുടെ വേഷം. അവൾ കിച്ചണിൽ കയറി ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കുന്നത് ഹോട്ടലുടമ കാണുന്നു. അവൾക്ക് ഭക്ഷണം കൊടുത്ത് സമാധാനിപ്പിക്കുമ്പോൾ അവളുടെ കയ്യിൽ പച്ച കുത്തിയ 11 എന്ന നമ്പർ അയാൾ ശ്രദ്ധിക്കുന്നു. അവളെ സഹായിക്കാൻ അയാൾ ചൈൽഡ് സർവീസിൽ വിളിക്കുന്നു. പക്ഷേ വരുന്നത് ലാബിലെ ഗവൺമെൻറ് ഏജൻറ്റുമാരാണ്. അവർ ആ ഹോട്ടലുടമയെ നിഷ്കരണം വെടിവെച്ച് കൊല്ലുന്നു. ആ പെൺകുട്ടിയെ പിടിക്കാൻ നോക്കുമ്പോൾ അവൾ തൻ്റെ മനഃശക്തി ഉപയോഗിച്ച് ആ വില്ലന്മാരെ തെറിപ്പിക്കുന്നു. ഫാനുകൾ കറങ്ങുന്നു. ലൈറ്റുകൾ പൊട്ടിത്തെറിക്കുന്നു. അവൾ ആ ബഹനത്തിനിടയിൽ അവൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അതേസമയം പോലീസിനെ വിശ്വസിക്കാതെ മൈക്കും കൂട്ടരും വില്ലിനെ തിരയാൻ ആ രാത്രിയിൽ ഇറങ്ങുകയാണ്. അവർക്ക് വില്ലിൻ്റെ വാക്കി ടോക്കിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. മഴ പെയ്യുന്ന ആ രാത്രിയിൽ അവർ ഓരോ കാടുകളിലും അരിച്ചുപെറുക്കി നടക്കുകയാണ്. മൈക്ക് വിളിച്ചു കൂവുന്നു, വിൽ, നീ എവിടെയുണ്ടോ? പെട്ടെന്ന് അവരുടെ ടോർച്ച് വെളിച്ചത്തിൽ ആരോ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവർ വിചാരിക്കുന്നത് വില്ലാണെന്നാണ്. പക്ഷെ അതൊരു പെൺകുട്ടിയാണ്. ആകെ നനഞ്ഞു കുതിർന്ന് വിറച്ചു നിൽക്കുന്ന ആ നിക്കൂട്ട പെൺകുട്ടി 11. അവർ പരസ്പരം നോക്കി നിൽക്കുന്നിടത്ത് ആ ദൃശ്യം നിലനിൽക്കുന്നു. അതേസമയം വില്ലിൻ്റെ വീട്ടിൽ ഫോൺ ബെല്ലടിക്കുന്നു. ജോയ്സ് ഓടിപ്പോയി ഫോൺ എടുക്കുമ്പോൾ കേൾക്കുന്നത് വില്ലിൻ്റെ ശ്വാസം മുട്ടുന്ന ശബ്ദമാണ്. വിൽ, നീ എവിടെയാണ് എന്നവൾ അലറി ചോദിക്കുമ്പോഴേക്കും ഫോൺ ഷോക്കടിച്ച പോലെ പൊട്ടിത്തെറിക്കുന്നു. ആ ഇരുട്ടിൽ ജോയ്സ് അലറിക്കരയുകയാണ്. വില്ലിനെ ആ ജീവി എവിടേക്കാണ് കൊണ്ടുപോയത്? ആ പെൺകുട്ടി ആരാണ്? സുഹൃത്തുക്കളെ, ഇതാണ് ആവേശകരമായ 1ാം എപ്പിസോഡിൻ്റെ കഥ. വില്ലിൻ്റെ തിരോധാനം ഒരു തുടക്കം മാത്രമാണ്. ആ പെൺകുട്ടിക്ക് വില്ലിനെക്കുറിച്ച് എന്തറിയാം? ആ ഭീകരരൂപം ഇനി ആർക്കെങ്കിലും പിടികൂടാനാകുമോ? ഹോക്കിൻസിലെ നിഗൂഢതകൾ ഒന്നൊന്നായി പുറത്തു വരാൻ പോകുന്നതേയുള്ളൂ. 2ാം എപ്പിസോഡിൻ്റെ ഇതുപോലൊരു വിശദമായ കഥയ്ക്കായി കാത്തിരിക്കുക.